ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. അപ്പം സൺഡേ ആണ്, ഞങ്ങളൊന്ന് ഔട്ടിങ് പോകാമെന്ന് വിചാരിക്കും. ഇത് ഞങ്ങളുടെ ഫസ്റ്റത്തെ ഔട്ടിങ് ആണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ക്യാമറ എങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞു കൊടുത്ത് ഞാനൊരു വഴിക്കായി. അവളെ കൊണ്ടൊന്നും നടക്കൂല എന്നുള്ളതുകൊണ്ട് അവസാനം ഞാൻ തന്നെ ക്യാമറ എടുത്ത് പിടിക്കേണ്ടി വന്നു. അപ്പോൾ നല്ല വിശപ്പുണ്ട്. സമയമാണെങ്കിൽ 12:30 കഴിയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ അടുത്തുള്ളൊരു ഹോട്ടലിലോട്ടാണ് പോകുന്നത്. സിക്കന്ദരാബാദിലുള്ള ഒരുപാട് മലയാളീസിനെ അറിയായിരിക്കും. ഇവിടെ സിക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷൻ ഓപ്പോസിറ്റ് തന്നെ ഒരു ജം എന്ന് പറഞ്ഞ ചെറിയൊരു ഹോട്ടലുണ്ട്, മലയാളിയുടെ ഹോട്ടലാണ്. അപ്പോൾ നല്ല ബിരിയാണിയൊക്കെ കിട്ടും. ഞങ്ങളൊരു പ്രാവശ്യം അങ്ങോട്ട് പോയിട്ടോ കണ്ട്. ഹൈദരാബാദ് എന്ന മലയാളീസിനൊക്കെ ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു ലൊക്കേഷൻ തന്നെയാണ്. ഇവിടെ ഓപ്പോസിറ്റാണ്, റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇനി എന്തായാലും ബിരിയാണി കഴിച്ചിട്ടാവാം. അങ്ങനെ സ്നേഹിപ്പാണെങ്കിൽ നല്ലൊരു ഫുൾ ബിരിയാണി ഓർഡർ ചെയ്തു. നല്ല വിശപ്പുണ്ടായിരുന്നു തോന്നുന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ഹുസൈൻ സാഗറിലോട്ടാണ്. പോകുന്ന വഴിക്ക് ആ കാണുന്നതാണ് നമ്മുടെ സിക്കന്ദരാബാദ് സെക്രട്ടേറിയറ്റ്. നാട്ടിലെ പോലെ പന്തലും കാര്യങ്ങളും സമരം കാര്യങ്ങൾ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ജലപീരിങ്ങൊന്നും കാണാനില്ല, ഉണ്ടാവും എവിടെയെങ്കിലും. അതിനുശേഷം ഞങ്ങളിവിടെ അടുത്തുള്ളൊരു സ്റ്റാച്ചു കാണാൻ പോയി. ഡോക്ടർ ബി അംബേദ്കർ സാറിൻ്റെ നല്ലൊരു വലിപ്പമുള്ള സ്റ്റാച്ചു ഉണ്ട്. എനിക്കും അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലെങ്കിലും ഞാനുള്ളതൊക്കെ എന്തൊക്കെയോ തള്ളി വെളും വിശ്വസിച്ച് അടിപൊളി സ്റ്റാച്ചു ആയിരുന്നു. നല്ല ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എന്തൊക്കെയോ അവളോട് പറഞ്ഞു അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. അവളാണെങ്കിൽ പൊട്ടത്തി വിശ്വസിക്കുകയും ചെയ്തിരിക്കണം. അപ്പോഴാണ് അവൾ ആ ദൂരത്ത് മറ്റേ ഐസ്ക്രീം ഉണ്ട്, ശരി ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. നല്ലൊരു 2 ചോക്കോബാർ വാങ്ങി, എനിക്കൊന്ന് വാങ്ങി, അവളൊന്ന് വാങ്ങി. അവളത് പെട്ടെന്ന് കഴിച്ചു തീർന്നു. ഞാൻ പതുക്കെ കഴിച്ച് ആ സ്റ്റാച്ചു ഒക്കെ കണ്ട് അതിനുശേഷം ഇപ്പോൾ ഞങ്ങൾ പോകാൻ പോകുന്നത് ഇവിടെ അടുത്ത് തടാകത്തിൻ്റെ അടുത്ത് നല്ലൊരു പാർക്കൊക്കെ ഉണ്ട്. പാർക്കിലെ നമുക്ക് ഈ മോർണിംഗ് സവാരിക്കും ഈവനിങ് റണ്ണിങ്ങിനൊക്കെ പറ്റിയ നല്ല അടിപൊളി പാർക്കാണ്. തടാകത്തിൻ്റെ നേരെ തൊട്ടപ്പുറത്ത് തന്നെ. അപ്പോൾ അതിനുള്ളിൽ ഈ അഴിച്ചിട്ട പശുവിനെ പോലെ കുറേ നടക്കുകയൊക്കെ ചെയ്ത് കുറേ ഫോട്ടോസ് എടുക്കണം എന്ന് പറഞ്ഞു. എന്തൊക്കെയോ കാട്ടി. അവൾക്കും അറിയത്തില്ല എനിക്കും അറിയത്തില്ല എന്താ ചെയ്തതാണ്. കുറേ അങ്ങോട്ട് നടക്കണം ഇങ്ങോട്ട് നടക്കണമൊക്കെ വീഡിയോസ് എടുത്തു. ഇവിടെ പറഞ്ഞു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഫോട്ടോസ് എടുക്കണം, വീഡിയോസ് എടുക്കണം, സ്ലോമോ എടുക്കണം. ശരി, കൊച്ചിൻ്റെ ആഗ്രഹമല്ലേ, എടുത്തു കൊടുക്കാമെന്ന് വിചാരിച്ചു. അവൾ പറഞ്ഞു ഞാൻ അറിയാത്ത പോലെ എടുക്കണേന്ന്. ശരി ഓക്കെ, അറിയാത്ത പോലെ തന്നെയാണ്, നീ അറിയാത്ത പോലെ നടന്നാൽ മതി എന്ന് പറഞ്ഞു. അതിനുശേഷം അപ്പുറത്ത് ഉള്ള എന്തായാലും തടാകം കാണാൻ പറഞ്ഞിട്ട് ഞങ്ങളുണ്ടായിരുന്നു. നല്ല ഈ റോഡ് ക്രോസ് ചെയ്താലുള്ള അപ്പുറത്തോട്ട് എത്താൻ പറ്റുള്ളൂ. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൈയും പിടിച്ച് അവൾ എൻ്റെ കൈ പിടിച്ചത്, പോവുകയാണെങ്കിൽ രണ്ടുപേർക്ക് ഒരുമിച്ച് പോകാമെന്ന് എഴുതിയിട്ട് എൻ്റെ കൈ പിടിച്ചതാണ്. ശരി, അങ്ങോട്ട് എത്തിച്ച് കുറേ പോസ് അവിടെ നിന്ന് എന്തൊക്കെയോ കാണിച്ച്. അപ്പോൾ അറിയത്തില്ല അവളെന്താ കാണിക്കുന്നതെന്ന്. അവൾക്കും അറിയത്തില്ല എനിക്കും അറിയത്തില്ല. അതൊക്കെ കണ്ട് ഞങ്ങൾ അടിപൊളിയായിട്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട്, നല്ല തണുത്ത കാറ്റ്. പിന്നെ ഈ സ്റ്റാച്ചു കാണിച്ചത് ഞാൻ അവളോട് പറഞ്ഞ ഈ തടാകം ഉണ്ടാക്കിയത് ആ സ്റ്റാച്ചുവിലുള്ള ആളാണ്, ആ സെൻറ്ററിൽ നിൽക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് അയാളുടെ ഒരു സ്റ്റാച്ചു അതിലുണ്ടാക്കുന്നത്. അവളാണ് വിശ്വസിക്കുകയും ചെയ്തേക്കുന്നത്. പിന്നെ നല്ല കുറച്ച് ഭംഗിയുള്ള ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തതിന് ശേഷം ഞങ്ങൾ ഇനി തിരിച്ചു പോകാന്നുള്ള പ്ലാനിലാണ്. കുറച്ചേരം നടന്നപ്പോൾ അവൾക്ക് മടുത്ത്. കാരണം ഈ വെയിൽ ഭയങ്കരമായിട്ടുള്ള വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി തിരിച്ചു പോകാനുള്ള പരിപാടി നോക്കണം. പോകുന്ന വഴിക്ക് ഇനി വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അതൊക്കെ മേടിക്കണം പോകുന്ന വഴിക്ക്. അങ്ങനെ പോകുമ്പോഴാണ് ഈ കരിക്ക് കണ്ടത്. അവൾക്ക് അപ്പം കരിക്ക് കുടിക്കണം. ശരി, കരിക്കും മേടിച്ച് രണ്ടുപേരും കുടിച്ച് ഓക്കെ ശരി. അപ്പോൾ ഇനി കരിക്കൊക്കെ കുടിക്കുക കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ പോയിട്ട് കുറച്ച് വീട്ടിലോട്ടുള്ള സാധനങ്ങൾ മേടിക്കണം. അപ്പോൾ അങ്ങോട്ട് പോവാം. അവൾ എന്തൊക്കെയോ തപ്പുന്നുണ്ട്, കാര്യമായിട്ട് എന്തൊക്കെയോ തപ്പുന്നുണ്ട്. പക്ഷേ എന്താ എടുക്കേണ്ടതെന്ന് അവൾക്കറിയത്തില്ല എനിക്കറിയത്തില്ല. ലാസ്റ്റ് കുറച്ച് ഓട്സും ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എടുത്തതിന് ശേഷം ബില്ലൊക്കെ പേ ചെയ്തിട്ട് ഞങ്ങൾ അങ്ങനെ വെളിയിലോട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ നേരെ ക്വാർട്ടറിലോട്ട് പോകാം. ഞങ്ങളുടെ ക്വാർട്ടർ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.